ഏകദന്തം മഹാകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ നല്ല രുചികരമായ ഗോതമ്പ് വടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു 300 ഗ്രാം ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഗോതമ്പ് മാവിലേക്ക് ചേരുവകളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് വെള്ളം പുരട്ടിയതിന് ശേഷം ഇതുപോലെ ഓരോന്നായിട്ടെടുത്ത് വടയുടെ ആകൃതിയിലാക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടെ സ്വാദിഷ്ടമായിരിക്കും. അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒന്നുകൂടെ നമുക്ക് മറിച്ചും തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് 2 സൈഡ് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഗോതമ്പ് വട തയ്യാറായിട്ടുണ്ട്. നല്ല രുചികരമായ ഒരു വടയാണിത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി.